ഹൈക്കോടതിയിൽ മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ട പ്രശ്നം പരിഹരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. മാധ്യമങ്ങൾക്ക് ഹൈക്കോടതിയിൽ വിലക്കില്ലെന്ന് ചീഫ് ജസ്റ്റിസ് അറിയിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. ഇത് സംബന്ധിച്ച് രജിസ്ട്രാർ ഉടൻ പ്രഖ്യാപനം നടത്തും. ചീഫ് ജസ്റ്റിസുമായി കൊച്ചിയിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഹൈക്കോടതിയിൽ സാധാരണ നില പുനഃസ്ഥാപിക്കപ്പെടാത്ത സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചീഫ് ജസ്റ്റിസ് മോഹൻ എം ശാന്തനഗൌഡറുമായി കൂടിക്കാഴ്ച നടത്തിയത്. കൂടിക്കാഴ്ചയിൽ 2 കാര്യങ്ങളിൽ ഉറപ്പ് ലഭിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു. ഹൈക്കോടതി രജിസ്ട്രാർക്ക് മാധ്യമപ്രവർത്തകർ നൽകിയ പരാതിക്ക് ഉടൻ മറുപടി നൽകും. മാധ്യമപ്രവർത്തകർക്ക് ഹൈക്കോടതിയിൽ വരുന്നതിന് തടസ്സമില്ലെന്ന കാര്യം ഉടൻ പ്രഖ്യാപിക്കുമെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞതായി മുഖ്യമന്ത്രി പറഞ്ഞു. മാധ്യമപ്രവർത്തകരുടെ കാര്യത്തിൽ അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടാണ് പറഞ്ഞത്. കോടതിക്കകത്ത് പോകുന്നതിന് ഒരു തടസ്സവും ഉണ്ടാവില്ല എന്ന് തന്നെ പറഞ്ഞു. അത് പരസ്യമായിട്ട് പ്രസ്താവിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. കോടതി തുടർച്ചയായി അവധിയുള്ള ദിവസങ്ങളിൽ കസ്റ്റഡിയിൽ കഴിയുന്നവർക്ക് നീതി വൈകുന്നത് തടയാൻ നടപടി വേണമെന്ന് ചീഫ് ജസ്റ്റിസിനോട് ആവശ്യപ്പെട്ടതായി മുഖ്യമന്ത്രി പറഞ്ഞു. പ്രശ്നപരിഹാരത്തിന് ഉടൻ നടപടി സ്വീകരിക്കാമെന്ന് ചീഫ് ജസ്റ്റിസ് ഉറപ്പ് നൽകിയതായും മുഖ്യമന്ത്രി പറഞ്ഞു. ഹൈക്കോടതിയിൽ രജിസ്ട്രാറെ സമീപിച്ചാൽ അത്തരം കാര്യങ്ങളിൽ ഒരു ജഡ്ജിയെ ചുമതലപ്പെടുന്ന രീതിയുണ്ട് എന്ന് പറയും. എന്നാൽ മറ്റ് കോർട്ട് സെൻ്ററുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് ആവശ്യമായ പരിഹാര നടപടികൾ സ്വീകരിക്കാം, അതിനാവശ്യമായ സർക്കുലർ ഞാൻ അയക്കാം എന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട്. ചീഫ് ജസ്റ്റിസുമായി കൂടിക്കാഴ്ച നടത്തവേ മുഖ്യമന്ത്രിക്കൊപ്പം എജിയും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് മന്ത്രിമാരുടെ ബന്ധുക്കൾക്ക് യോഗ്യത നോക്കാതെ വാരിക്കോരി നിയമനങ്ങൾ. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അമ്മായിയുടെ മകന് കോർപ്പറേറ്റീവ് എക്സാമിനേഷൻ ചെയർമാനായി നിയമനം നൽകിയത് മുതൽ വനിതാ ലീഗ് നേതാവിന്റെ മകനെ IT സ്കൂൾ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആക്കിയതടക്കമുള്ള 100ഓളം നിയമനങ്ങളാണ് യോഗ്യത പാലിക്കാതെ നടത്തിയത്. സർക്കാരിന് കീഴിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ മന്ത്രിമാരുടെ ബന്ധുക്കളെ നിയമിച്ചതിനെ ചൊല്ലിയുള്ള വിവാദം കൊഴുക്കുന്നതിനിടെ സമാന സംഭവങ്ങൾ UDF ഭരണകാലത്തും നടന്നതായി ഞങ്ങളുടെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടു. ഉമ്മൻചാണ്ടിയുടെ അമ്മാവന്റെ മകളുടെ ഭർത്താവായ INTUC നേതാവ് കുഞ്ഞില്ലംപള്ളിയെ യോഗ്യതാ മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തിയാണ് സഹകരണ പരീക്ഷാ ബോർഡിന്റെ ചെയർമാനായി നിയമിച്ചത്. സഹകരണ ബാങ്കുകളിലെ ഉദ്യോഗക്കയറ്റമടക്കം നടത്തുന്നത് ഈ ബോർഡാണെന്നിരിക്കെ അടുത്ത ബന്ധുവായ കുഞ്ഞില്ലംപള്ളിയെ നിയമിച്ചത് അന്നേറെ വിവാദമായിരുന്നു. മുൻ മന്ത്രി അനൂപ് ജേക്കബിന്റെ സഹോദരി അമ്പിളി ജേക്കബിനെ കേരള സ്റ്റേറ്റ് IT ഇൻഫ്രാസ്ട്രക്ചറിന്റെ മാർക്കറ്റിംഗ് മാനേജരായി നിയമിച്ചത് UDF ഭരണകാലത്താണ്. 10 വർഷത്തെ മുൻപരിചയമുണ്ടെന്ന് വ്യാജരേഖ സൃഷ്ടിച്ചതിന് വിജിലൻസ് അമ്പിളിയെ പ്രതി ചേർത്തിരിക്കുകയാണ്. KM മാണിയുടെ മരുമകനായ MD ജോസഫിനെ ഷിബു ബേബി ജോണിന്റെ ഉപദേശകനാക്കി. മുൻ സ്പീക്കറായ G കാർത്തികേയന്റെ ഭാര്യ ഡോക്ടർ MD സുലേഖയെ സർവ്വവിജ്ഞാന കോശത്തിന്റെ ഡയറക്ടറായും VS ശിവകുമാറിന്റെ അനിയൻ VS ജയകുമാറിനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സെക്രട്ടറിയായി നിയമിക്കുന്നതും ഈ കഴിഞ്ഞ UDF ഭരണകാലത്താണ്. മുസ്ലിം ലീഗ് MLA ഉമ്മർ മാസ്റ്ററുടെ മകളുടെ ഭർത്താവ് P അബ്ദുൽ ജലീലിനെ ഓപ്പൺ സ്കൂളിന്റെ പുതിയ രൂപമായ സ്കോൾ കേരളയിൽ യോഗ്യതാ മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തിയാണ് നിയമിച്ചത്. കോൺഗ്രസ് നേതാവ് ഷാനിമോൾ ഉസ്മാന്റെ ഭർത്താവിനെ ദേശീയ ഗെയിംസിന്റെ സ്പെഷ്യൽ ഓഫീസറായി നിയമിച്ചു. MLA മോൻസ് ജോസഫിന്റെ അനിയൻ അഡ്വക്കേറ്റ് റജി ജോസഫിനെ ഹൈക്കോടതിയിൽ പ്ലീഡറായി നിയമിച്ചു. VS ശിവകുമാറിന്റെ അടുത്ത ബന്ധു RV രാജേഷിനെ യുവജന കമ്മീഷന്റെ ചെയർമാനാക്കി. വനിതാ ലീഗ് നേതാവിന്റെ മകൻ KP നൌഫലിനെ IT സ്കൂളിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിച്ചതും UDF ഭരണകാലത്താണ്. സ്വജനപക്ഷപാതം ആരോപിച്ച് മുറവിളി കൂട്ടുന്ന UDFകാരുടെ കാലത്ത് നടന്ന നിയമനങ്ങളിലും ബന്ധുസ്നേഹം നിറഞ്ഞു നിന്നിരുന്നു എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാവുന്നത്. S ജീവൻകുമാർ, തിരുവനന്തപുരം. ജമ്മുകാശ്മീരിലെ പാമ്പോറിൽ സർക്കാർ കെട്ടിടത്തിൽ കയറിയ ഭീകരരും സൈന്യവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ 2ാം ദിവസവും തുടരുകയാണ്. ഒരു ഭീകരനെ പോലും കൊലപ്പെടുത്തിയതായി ഔദ്യോഗിക സ്ഥിരീകരണമില്ല. 2 സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റു. സൈന്യം റോക്കറ്റ് ലോഞ്ചറുകളും ഗ്രനേഡ് ആക്രമണവും നടത്തി. അതേസമയം പാമ്പോറിൽ ഏറ്റുമുട്ടൽ തുടരുന്നതിനിടെ 40 കിലോമീറ്റർ അകലെ സൈനിക വാഹനത്തിന് നേരെ ഭീകരർ ഗ്രനേഡ് ആക്രമണം നടത്തി. 2 ദിവസം പിന്നിടുമ്പോഴും പാമ്പോറിൽ സൈനികരും ഭീകരരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണ്. ഇന്നലെ രാവിലെ 6:30 പാമ്പോറിലെ സർക്കാർ മന്ദിരത്തിൽ ഭീകരർ കടന്നു കയറിയത്. ഇവിടെ ജോലി ചെയ്യുകയും റിസർച്ച് ചെയ്യുകയും ചെയ്യുന്നവരുടെ ഹോസ്റ്റലിൽ ആക്രമണം നടത്തുകയായിരുന്നു ലക്ഷ്യം. എന്നാൽ ഈ നീക്കം സൈന്യം പരാജയപ്പെടുത്തിയിരുന്നു. 60-ൽ പരം മുറികളാണ് ഈ കെട്ടിടത്തിലുള്ളത്. വിവിധ മുറികളിൽ കയറിയിറങ്ങിയാണ് ഭീകരർ സൈന്യത്തിന് നേർക്ക് വെടിയുതിർക്കുന്നത്. കോൺക്രീറ്റ് കെട്ടിടം മറിയാക്കിയാണ് ഭീകരരുടെ ആക്രമണം. ഇതുതന്നെയാണ് തിരിച്ചടി നീണ്ടുപോകുന്നതിലേക്കും വഴിവെക്കുന്നത്. റോക്കറ്റ് ലോഞ്ചറുകളും ഗ്രനേഡും ഉപയോഗിച്ചാണ് സൈന്യത്തിന്റെ പ്രത്യാക്രമണം. പാരാ ട്രൂപ്പ്, BSF, ജമ്മു കാശ്മീർ സ്പെഷ്യൽ ഫോഴ്സ് എന്നിവർ സംയുക്തമായാണ് തിരിച്ചടി നടത്തുന്നത്. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലും ഇതേ കെട്ടിടത്തിൽ ഭീകരരും സൈനികരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായിരുന്നു. അന്ന് 3 ദിവസത്തിന് ശേഷമാണ് 3 ഭീകരരെ വധിച്ചത്. അതേസമയം പാമ്പോറിൽ ഏറ്റുമുട്ടൽ തുടരുന്നതിനിടെ 40 കിലോമീറ്റർ അകലെയുള്ള ഷോപ്പിയാനിലും ഭീകരർ ഗ്രനേഡ് ആക്രമണം നടത്തി. സൈനികരുടെ വാഹനവ്യൂഹത്തിന് നേരെയായിരുന്നു ഗ്രനേഡ് ആക്രമണം. 4 CRPF ജവാന്മാർ ഉൾപ്പെടെ 8 പേർക്ക് ഗുരുതര പരിക്കേറ്റു. ശ്രീനഗറിലും ആക്രമണത്തിന് സാധ്യതയുണ്ടെന്നാണ് രഹസ്യാന്വേഷണ മുന്നറിയിപ്പ്. ഈ പശ്ചാത്തലത്തിൽ കാശ്മീരിലും ദില്ലിയിലെ സുപ്രധാന കേന്ദ്രങ്ങളിലും സുരക്ഷ കർശനമാക്കി. ന്യൂസ് ബ്യൂറോ, ദില്ലി.
ഗോരക്ഷാ പ്രവർത്തകർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് RSS മേധാവി മോഹൻ ഭഗവത് ഗോരക്ഷാ പ്രവർത്തകർ രാജ്യത്ത് സുപ്രധാനമായ പങ്ക് വഹിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഭീകരവാദത്തിനെതിരെ രാജ്യം ഒരുമിച്ച് നിൽക്കണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. ഗോരക്ഷാ പ്രവർത്തകർക്ക് സർവ്വ പിന്തുണയും നൽകുന്നതായി RSS നേതാവ് മോഹൻ ഭാഗവത്. ഗോരക്ഷാ പ്രവർത്തകർ സുപ്രധാനമായ പങ്കാണ് രാജ്യത്ത് വഹിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഗോരക്ഷകർ നല്ല മനുഷ്യരാണ്. അവരെക്കുറിച്ച് തെറ്റിദ്ധാരണകൾ പരത്താൻ ചില ശക്തികൾ ശ്രമിക്കുന്നുണ്ട്. വ്യാജന്മാരിൽ നിന്നും യഥാർത്ഥ ഗോരക്ഷകരെ തിരിച്ചറിയാൻ ശ്രമിക്കണമെന്നും മോഹൻ ഭാഗവത് ദസറാഘോഷങ്ങളുടെ ഭാഗമായി നടന്ന RSS ദേശീയ പരേഡിൽ പറഞ്ഞു. ഹിന്ദു വിശ്വാസമനുസരിച്ച ഗോസംരക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. ഗോരക്ഷാ നിയമം പാസാക്കിയത് നിലവിലെ സർക്കാരല്ല. പശുവിനെ സംരക്ഷിക്കാൻ ഗോരക്ഷകർക്ക് പ്രക്ഷോഭം നടത്തേണ്ടി വരും. ആരാണ് നിയമം ലംഘിക്കുന്നതെന്നും പ്രശ്നം സൃഷ്ടിക്കുന്നതെന്നും കണ്ടെത്താൻ അധികാരികൾ തയ്യാറാകണമെന്നും മോഹൻ ഭാഗവത് ആവശ്യപ്പെട്ടു. എന്നാൽ രാജ്യത്ത് ഗോസംരക്ഷകരുടെ പേരിൽ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ വലിയ പ്രതിഷേധം ഉടലെടുത്തിരുന്നു. പശുവിനെ കൊന്ന് തൊലിയുരിച്ചെന്ന പേരിൽ ഗുജറാത്തിലെ ദളിത് യുവാക്കളെ പൊതുനിരത്തിൽ കെട്ടിയിട്ട് മർദ്ദിച്ച സംഭവം വൻ പ്രതിഷേധത്തിന് വഴിവെച്ചിരുന്നു. തുടർന്ന് വിഷയത്തിൽ പ്രതികരണവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ രംഗത്തെത്തിയിരുന്നു. ഇത്തരം പ്രതിഷേധങ്ങൾ നിലനിൽക്കവെയാണ് മോഹൻ ഭാഗവത്തിന്റെ ഇത്തരത്തിലുള്ള വാദം. എന്നാൽ യുദ്ധമല്ല, ബുദ്ധന്റെ വഴിയാണ് ഇന്ത്യയുടെയെന്ന ആഘോഷങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഭീകരവാദത്തിനെതിരെ ഒരുമിച്ച് നിൽക്കണമെന്നും ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യമാണ് പാകിസ്ഥാനെന്നും മോദി പറഞ്ഞു. इस बार का मंचन का विषय रहा है आतंकवाद. आतंकवाद ये मानवता का दुश्मन है और प्रभु राम मानवता का प्रतिनिधित्व करते हैं. ന്യൂസ് ഡെസ്ക്. കണ്ണൂർ പടുവിലായി ലോക്കൽ കമ്മിറ്റി അംഗം കുഴിച്ചാലിൽ മോഹനനെ RSSകാർ വെട്ടിക്കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് CPIM ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണമായിരുന്നു. വാഹനങ്ങളെ ഒഴിവാക്കിയിട്ടും ചുരുക്കം ചില വാഹനങ്ങളാണ് നിരത്തിലിറങ്ങിയത്. ജനങ്ങൾ ഒറ്റക്കെട്ടായി ഹർത്താലിൽ പങ്കുചേർന്നു. CPIM പടുവിലായി ലോക്കൽ കമ്മിറ്റി അംഗം മോഹനെ RSS സംഘം വെട്ടിക്കൊന്നതിൽ പ്രതിഷേധിച്ച് കണ്ണൂർ ജില്ലയിൽ LDF ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണമായിരുന്നു. ജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രതിഷേധത്തിൽ പങ്കാളികളാവുന്ന കാഴ്ചയായിരുന്നു കണ്ണൂരിൽ. വാഹനങ്ങളെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിട്ടും ചുരുക്കം ചില വാഹനങ്ങൾ മാത്രമാണ് റോഡിലിറങ്ങിയത്. ഇതര ജില്ലകളിൽ നിന്നുള്ള വാഹനങ്ങളും 4 വീലറുകളുമാണ് നിരത്തിലിറങ്ങിയത്. സ്വകാര്യ ബസ്സുകൾ പോലും നിരത്തിലിറങ്ങിയില്ല. കടകമ്പോളങ്ങളെല്ലാം അടഞ്ഞുകിടന്നു. CPIMനെതിരെ ഏകപക്ഷീയമായ ആക്രമണങ്ങളാണ് കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി കണ്ണൂരിൽ നടന്നത്. കൂത്തുപറമ്പിൽ CPIM പ്രവർത്തകൻ അനൂപിനെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചതും, തില്ലങ്കേരിയിൽ CPIM ബ്രാഞ്ച് സെക്രട്ടറി P ബാലനെ ആക്രമിച്ചതും, കണ്ണവത്ത് CPIM പ്രവർത്തകൻ കിരണിനെ ആക്രമിച്ചതും, കോട്ടയം പോരിൽ ബോംബ് നിർമ്മാണത്തിനിടെ RSS പ്രവർത്തകൻ മരിക്കാനിടയായതും അടക്കമുള്ള സംഭവങ്ങൾ ജില്ലയെ കലാപകലുഷിതമാക്കാനുള്ള RSS ശ്രമമാണെന്ന ജനങ്ങളുടെ തിരിച്ചറിവിന്റെ സാക്ഷ്യപത്രം കൂടിയായിരുന്നു ഇന്ന് നടന്ന ഹർത്താൽ. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.